പറഞ്ഞ ആ ചോദ്യം നിങ്ങൾ NHSലെ ഇൻ്റർവ്യൂവിന് പോവുകയാണെങ്കിൽ വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിക്കുന്നതിന് അതേപോലെ തന്നെ ഏതൊരു ഇൻ്റർവ്യൂവിനും വാട്ട് ഈസ് യുവർ. പിന്നെ ഒരു കാര്യം എനിക്ക് ഇൻ്റർവ്യൂവിൽ മനസ്സിലായ ഒരു കാര്യമാണ്. എന്നോട് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ എനിക്കത് മനസ്സിലായില്ല. ഞാൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചു, അപ്പോഴും എനിക്ക് മനസ്സിലായില്ല. രണ്ടാമത് ഞാൻ റിപ്പീറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു, അന്നേരം എനിക്ക് മനസ്സിലായില്ല. മൂന്നാമത്തെ തവണ ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ പറയുമ്പോൾ വാട്ട് ടൂൾസ് ഡു യു യൂസ് ടു പ്രയോറിറ്റൈസ് യുവർ വർക്ക്? ഇപ്പോൾ എൻ്റെ ബാൻഡ് 3ലും ബാൻഡ് 4ലും എന്നോട് ചോദിച്ച ചോദ്യമാണിത്. ഇപ്പം നിങ്ങൾ പ്രൊജക്ട് സപ്പോർട്ട് ഓഫീസർ, എൻ്റെ ഇപ്പോഴത്തെ റോള് സീനിയർ പ്രൊജക്ട് സപ്പോർട്ട് ഓഫീസർ എന്നാണ്. അപ്പോൾ നിങ്ങൾ ബിസിനസ് സപ്പോർട്ട് അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ സീനിയർ പ്രൊജക്ട് സപ്പോർട്ട് ഓഫീസർ അല്ലെങ്കിൽ പ്രൊജക്ട് സപ്പോർട്ട് ഓഫീസർ അങ്ങനെയുള്ള ജോബ് റോളിലാണ് ഈ ചോദ്യങ്ങൾ മെയിനായിട്ട് വരിക. അത് അഡ്മിൻ റിലേറ്റഡുള്ള ജോബിലാണ് ഈ ചോദ്യം മെയിനായിട്ട് വരിക. പിന്നെ ക്ലറിക്കൽ ഓഫീസറിലും വരും. ഉത്തരം പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു സിസ്റ്റമാറ്റിക് വേ ഉണ്ട്. അതായത് 4 Ds എന്നാണ് ഇതിന് പറയുക. അതായത് ഡു, ഡെഫർ, ഡിലീറ്റ്, ഡെലിഗേറ്റ്. അതായത് നിങ്ങളൊരു ടാസ്ക്, അതായത് ഇങ്ങനെ പറയുക, ഞാൻ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് 4 Ds മെത്തേഡ്. അതിൽ ഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തന്നെ അർജൻറ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ അർജൻറ്റായിട്ട് തന്നെ ചെയ്യും. പിന്നെ ഡെലിഗേറ്റ് ചെയ്യേണ്ടതാണെങ്കിൽ, അതായത് എനിക്ക് വന്ന മെയിലാണ് പക്ഷേ വേറൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട ഒരു കാര്യമാണെങ്കിൽ ആ മെയിൽ ഞാൻ അയാൾക്ക് ഫോർവേഡ് ചെയ്യും. അതാണ് ഡെലിഗേറ്റ്. പിന്നെ ഡിലീറ്റ് എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. അതായത് ഞാൻ ചെയ്യേണ്ട ഒരു കാര്യമല്ല, എന്നെ ജസ്റ്റ് ഇൻഫോം ചെയ്തോളാം, അതിന് ഡിലീറ്റ് ചെയ്യുക. പിന്നെയാണെങ്കിൽ ഡിലേ, അതായത് അർജൻറ്റായിട്ട് ചെയ്യേണ്ട കാര്യമില്ല, കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങളും ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാൻ ടാസ്കുകൾ പ്രയോറിറ്റൈസ് ചെയ്യുക എന്ന് പറയുക. അതിന് 4 Ds എന്നാണ് പറയുക. അടുത്ത ചോദ്യം, വാട്ട് ഈസ് യുവർ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത് ആൻഡ് ഡു യു ഹാവ് എനി വീക്ക്നെസ്? അപ്പം ഈ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഇൻ്റർവ്യൂവിലും തന്നെ ചോദിക്കുന്ന ചോദ്യമാണ്. ഇപ്പം നിങ്ങൾ ഏത് ഇൻ്റർവ്യൂ കോച്ചിനോ അല്ലെങ്കിൽ കരിയർ പ്രോഗ്രഷൻ കോച്ചിങ്ങിനൊക്കെ പോകുമ്പോൾ ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പം ഇതിൽ ഒബിയസ്ലി ഉത്തരം പറയുമ്പം നിങ്ങൾക്ക് വീക്ക്നെസ് ഇല്ല എന്ന് ഒരിക്കലും പറയരുത്. അതറിയാമല്ലോ, നിങ്ങളൊരു മനുഷ്യനാണെങ്കിൽ നിങ്ങൾക്ക് വീക്ക്നെസ് ഉണ്ടാവും. അല്ലാണ്ട് ചാടിക്കാൻ ഐ ഡോണ്ട് ഹാവ് എനി വീക്ക്നെസ്, ഐ എം എ പെർഫെക്ഷൻ അല്ലെങ്കിൽ ഐ എം എ പെർഫെക്റ്റ് ഹ്യൂമൻ ബീങ് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത ചോദ്യത്തിൽ നിങ്ങൾ എങ്ങനെ പെർഫോം ചെയ്താലും അവർക്ക് തന്നെ മനസ്സിലാവും നിങ്ങൾ ഇതിനുള്ള ഐഡിയൽ കാൻഡിഡേറ്റ് അല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നാലും ഒഴിവാക്കും. അപ്പം മാക്സിമം നിങ്ങളുടെ വീക്ക്നെസ് പറയുമ്പം നിങ്ങളുടെ ആ റോളുമായിട്ട് വലിയ പ്രശ്നങ്ങളില്ലാത്തൊരു വീക്ക്നെസ് പറയും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയുകയാണ് വാട്ട് ഈസ് യുവർ വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ ഐ കാൺ സേ നോ ടു എ ടാസ്ക്. അതായത് എനിക്ക് നോ പറയാൻ വേണ്ടിയിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം അതൊരിക്കലും ഒരു മോശം കാര്യമല്ല. പക്ഷേ നോ ടു എ ടാസ്ക് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ പറയുക ബട്ട് ഐ എം ട്രൈങ് ടു മേക്ക് ഇറ്റ് അപ്പ്, ഐ എം ട്രൈങ് ടു സേ നോട്ട് ബിക്കോസ് ദെൻ ഓൺലി ഐ ക്യാൻ പ്രോഗ്രസ് ഇൻ മൈ കരിയർ എന്ന രീതിയിൽ പറയുക. അപ്പം നിങ്ങൾ ആ വീക്ക്നെസ് പറയുകയും ചെയ്യും. നിങ്ങൾ ആ വീക്ക്നെസ്സിനെ നേരിടാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നൂടെ കൂട്ടി പറയുക. അല്ലാണ്ട് ജസ്റ്റ് ഒരു വീക്ക്നെസ് പറഞ്ഞിട്ട് നിർത്തരുത്. ഇതാണ് എൻ്റെ വീക്ക്നെസ്, ഇതിൽ നിന്നും മുന്നോട്ട് വരാൻ വേണ്ടി ഞാൻ ഇന്ന കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. തന്നെ എൻ്റെ വീക്ക്നെസ് പറയുമ്പം നിങ്ങളുടെ റോളിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓർഗനൈസേഷനോ നെഗറ്റീവായി ബാധിക്കുന്ന ഒരു വീക്ക്നെസ് പറയാതിരിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയുകയാണ്, ഞാൻ എല്ലാ കാര്യങ്ങളും മറന്നു പോകുന്ന ഒരാളാണ്, അതെൻ്റെ ഒരു വീക്ക്നെസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾ ഈ റോളിൽ നിങ്ങളോടൊരു ടാസ്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് മറന്നു പോകും, അത് നിങ്ങളുടെ വീക്ക്നെസ്സാണ്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് അത് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും. അങ്ങനെ ഒരു വീക്ക്നെസ് പറയാതെ റോളുമായിട്ടോ അല്ലെങ്കിൽ ഈ ജോബുമായിട്ടോ ബന്ധമില്ലാത്ത വലിയധികം പരിക്കുകളൊന്നും പറ്റാത്തൊരു വീക്ക്നെസ് പറയുക. അത് യൂട്യൂബ് വീഡിയോയിലൊക്കെ ഇഷ്ടംപോലെ വീക്ക്നെസ് ഉണ്ടാവും. ഞാൻ ആ ചോദ്യത്തിന് മറുപടി എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ സ്ട്രെങ്ത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഗോട്ട് ഗുഡ് മെമ്മറി ആൻഡ് ഐ ഡോണ്ട് വാണ്ട് ടു മേക്ക് എനി കോൺഫ്ലിക്ട്സ് ഇൻ മൈ ഓഫീസ് ആൻഡ് ഐ എം എ ഗുഡ് പീസ് മേക്കർ. ആൻഡ് വീക്ക്നെസ് പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ഓഫീസിൽ ഐ ഗോട്ട് ഡിഫറെൻറ്റ് വർക്ക്സ് ഇൻ മൈ ഓഫീസ്. സംടൈംസ് ഐ ഗോട്ട് ഡിഫറെൻറ്റ് വർക്ക്സ് ടു ഡു ഇൻ ഓഫീസ്. സോ sometime I forgot where I started. So I make a checklist. So whenever I finish every work, I just look the checklist so I know where I started and what are the works pending. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് തന്നെ ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഇതിലൊരു വീക്ക്നെസ് ആണ് മറന്നു പോകും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു മറന്നു പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു മോശം കാര്യമാണെന്ന്. പക്ഷേ നമ്മളങ്ങനെ ഒരു മോശം കാര്യം പറഞ്ഞാൽ ഇപ്പോൾ അതിനാണ് നിങ്ങളൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കി ഞാനത് ചെക്ക് ചെയ്യുന്നു, അതൊരു പോസിറ്റീവായി മാറി. അതെൻ്റെ വീക്ക്നെസ് ആണ്, പക്ഷേ ഞാനതിനെ പോസിറ്റീവാക്കി മാറ്റി. ഞാൻ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കി ഞാൻ ചെക്ക് ചെയ്യും. അങ്ങനത്തെ രീതിയിലാണ് നിങ്ങൾ വീക്ക്നെസ് പറയാൻ പറ്റും. നിങ്ങൾ വീക്ക്നെസ് പറയുമ്പം മാക്സിമം പരിക്കുകളൊന്നും പറ്റാത്തൊരു വീക്ക്നെസ് പറയുക. പിന്നെ ആ വീക്ക്നെസ് പറയാതെ അതിനെ മേക്കപ്പ് ചെയ്യാൻ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന രീതിയിലൂടെ പറയണം. NHSൽ ഞാൻ ത്രൂ ഔട്ട് ഏത് ഇൻ്റർവ്യൂ, ഇപ്പം ഞാൻ തോന്നുന്നു ഞാൻ പറയില്ലേ 8 ഇൻ്റർവ്യൂ ചോദിച്ചപ്പോഴും എന്നോട് ചോദിച്ച ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഡു യു മീൻ ബൈ കോൺഫിഡൻഷ്യാലിറ്റി? അപ്പം കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ആ ചോദ്യം നിങ്ങൾ NHSലെ ഇൻ്റർവ്യൂവിന് പോവുകയാണെങ്കിൽ വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിക്കുന്നതിന് ഏതൊരു ഇൻ്റർവ്യൂവിന് നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിക്കും. അതേപോലെ തന്നെ ഏതൊരു ഇൻ്റർവ്യൂവിനും വാട്ട് ഈസ് യുവർ പറഞ്ഞാൽ ആ ചോദ്യം നിങ്ങൾ NHSലെ ഇൻ്റർവ്യൂവിന് പോവുകയാണെങ്കിൽ വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിക്കുന്നതിന്
ഏതൊരു ഇൻ്റർവ്യൂവിന് നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിക്കും. അതേപോലെ തന്നെ ഏതൊരു ഇൻ്റർവ്യൂവിനും വാട്ട് ഈസ് കോൺഫിഡൻഷ്യാലിറ്റി എന്നൊരു ചോദ്യം ഉറപ്പായിട്ടും ഉണ്ടാവും. കാരണം നമ്മൾ പേഷ്യൻ്റെ റെക്കോർഡ്സാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പം നിങ്ങൾ NHSൻ്റെ ഒരു എംപ്ലോയി ആയിരിക്കുമ്പോൾ നിങ്ങളുടെ തന്നെ ഒരു ഡ്യൂട്ടിയാണ്, പാർട്ട് ഓഫ് ദ ഡ്യൂട്ടിയാണ് ആ പേഷ്യൻറ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസും സൂക്ഷിക്കുക എന്നുള്ളത്, അത് പുറത്ത് പോകാതെ സൂക്ഷിക്കുക എന്നുള്ളത്. അപ്പം ഇതിന് ഉത്തരം പറയേണ്ടത് ഇങ്ങനെ തന്നെ പറയുക, ആസ് എ NHS എംപ്ലോയി ഇറ്റ്സ് മൈ പ്രൈമറി ഡ്യൂട്ടി ടു സേവ് ഓൾ ദ ഡീറ്റെയിൽസ് ഓഫ് ദ പേഷ്യൻറ്റ് വിച്ച് കംസ് ടു മീ. പിന്നെ ഏതെങ്കിലും കാരണവശാൽ എന്തെങ്കിലും ഡാറ്റ കൊടുക്കേണ്ടതായി വന്നാൽ ഞാൻ എൻ്റെ സീനിയർ മാനേജറിനോട് ചോദിക്കും. പിന്നെ അതും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മാർക്കറ്റിംഗ് കമ്പനി അങ്ങനെ എന്തെങ്കിലും ചോദിക്കുവാണെങ്കിൽ തന്നെ ഞാനത് റിപ്പോർട്ട് ചെയ്യും. പിന്നെ ഏതെങ്കിലും ഒരു ഫയലോ അങ്ങനെ എന്തെങ്കിലും ഡീറ്റെയിൽസോ ഇങ്ങനെ കിടക്കുന്നതായി കണ്ടു കഴിഞ്ഞാൽ ഞാനത് സെക്യൂറായിട്ട് വെക്കും. തന്നെ സെക്യൂരിറ്റി വെക്കുകയല്ല, ഞാനത് എൻ്റെ മാനേജറിനെ ഇൻഫോം ചെയ്യും. പിന്നെ പൊതുവായിട്ടുള്ള ഡാറ്റ ലീക്കേജ് ഉണ്ടായിരിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ഡെസ്കിൻ്റെ ഇല്ലാത്തപ്പോൾ ഞാൻ എൻ്റെ കമ്പ്യൂട്ടർ ലോക്കാക്കിയിട്ട് പോകും. അല്ലെങ്കിൽ ഞാനൊരു ഫയൽ എടുത്തു കഴിഞ്ഞാൽ ആ ഫയൽ എവിടെയാണോ എടുത്തെടുത്ത് തന്നെ തിരിച്ചു കൊണ്ടേ വെക്കും. ഇനി ഒരു പക്ഷേ തിരിച്ചു കൊണ്ടേ വെക്കുന്നില്ലെങ്കിൽ ഞാൻ അടുത്തുള്ള ഒരാളെ അറിയിക്കും, ഈ ഫയൽ ഞാനിവിടെ വെച്ചിട്ടുണ്ട്, ഇതിനെ പറ്റിയിട്ട് അതായത് ഞാനവിടെ അടുത്തില്ലെങ്കിൽ ആ അടുത്ത ആളോട് അറിയിച്ചിട്ടായിരിക്കും ഞാൻ പോവുക. അപ്പം ആ രീതിയിൽ നിങ്ങൾ ഉത്തരം പറയുക. പിന്നെ ഇതിൽ ഞാനൊരു ഉത്തരം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി 1.5 വർഷമായിട്ട് അവിടെ വർക്ക് ചെയ്യണോണ്ട് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് ചില പേഷ്യൻസിൻ്റെ ഫയലിൽ ചില പേപ്പർ വെക്കേണ്ട വരില്ല. അപ്പോൾ അത് നമ്മൾ വേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കോൺഫിഡൻഷ്യാലിറ്റി വേസ്റ്റ് എന്ന് പറഞ്ഞൊരു ബിന്നുണ്ട്, കറക്റ്റ് ആ ബിന്നിൽ കൊണ്ട് കൊടുക്കും. പിന്നെ എനിക്ക് ഡോക്ടേഴ്സിൻ്റെ കോൾ വരാറുണ്ട്, ഇന്ന പേഷ്യൻറ്റ് വന്നു അർജൻറ്റായിട്ട് ആ ഫയൽ എടുത്തുകൊണ്ട് വരണമെന്ന് പറയും. അപ്പം നമ്മൾ ഈ ക്ലറിക്കൽ ഓഫീസിൽ നിന്ന് ഹോസ്പിറ്റലിലോട്ട് ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് വാക്കുണ്ട്. അപ്പോൾ എപ്പോഴും എനിക്കറിയില്ലായിരുന്നു നമ്മൾ ഈ ഫയൽ മറിച്ച് പിടിക്കണം, അതായത് ഒരു പേര് കാണരുത്. കാര്യം നമ്മൾ ഈ നടന്നു പോകണമെങ്കിൽ ഇപ്പം എൻ്റെ പേര് അബീസ് എന്ന് കാണുവാണ്, അപ്പോൾ എൻ്റെ വൈഫ് അവിടെ ഉണ്ടെങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫയൽ പോകണു ഒന്ന് ചോദിക്കാനുള്ള ടെൻഡൻസി അവർക്കും ഉണ്ടാവും. അപ്പോൾ എപ്പോഴും അത് ഹൈഡ് ചെയ്യണമെന്ന് പറഞ്ഞു. ആ ഒരു പോയിന്റ് ആഡ് ചെയ്യണം നല്ലത്. ഇത് പക്ഷേ എൻ്റെ ഇൻ്റർവ്യൂവിൽ എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ല, കാര്യം നമുക്കൊരു ഇൻ്റർവ്യൂ ടെൻഷനും, അപ്പോൾ ഇത് കാണുന്നവർക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയി. അത് ക്ലറിക്കൽ ഓഫീസറിൻ്റെ റോൾ ആയതുകൊണ്ടാണ് അങ്ങനെ. ഇപ്പം ഫയൽ ഹാൻഡ്ലിംഗ് ഉള്ളതാണെങ്കിൽ ഒബിയസ്ലി നമ്മൾ ഫയൽ തിരിച്ചു വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ ഇതിന് ഉത്തരം പറയേണ്ടത് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് പ്രീവിയസ്ലി ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇതൊരു കഥയാക്കുക. അതായത് ഞാൻ ഇന്ന ഹോസ്പിറ്റലിൽ ഇന്ന രീതിയിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഞാൻ എൻ്റെ റോളിൽ ഞാൻ ഇന്ന കാര്യങ്ങളാണ് ചെയ്തത്, അവിടുന്ന് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ പറയാം. നമ്മളൊരു കഥയാക്കുക. അത് നമ്മൾ പ്രീവിയസ് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് നമ്മൾ അവരെ എപ്പോഴും ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇതിന് മുമ്പുള്ള 3-4 ചോദ്യങ്ങൾക്കും പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾക്ക് പ്രീവിയസ് എക്സ്പീരിയൻസ് ഉണ്ടാവുന്നു, പിന്നെയും പറയുക. കാരണം നമ്മളവരെ എപ്പോഴും നോട്ട് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കണം. ഈ NHSൽ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് കാര്യം പറഞ്ഞാൽ അത് അവർ എഴുതിയെടുക്കും, ഇൻ്റർവ്യൂ എന്ത് എഴുതി വെക്കും. അപ്പോൾ നിങ്ങൾ പിന്നെയും അത് പറഞ്ഞുകൊണ്ടിരിക്കണം. എൻ്റെ പ്രീവിയസ് എക്സ്പീരിയൻസിൽ ഞാൻ ഇന്ന റോളിൽ ഇതുപോലെയായിരുന്നു. ഇപ്പോൾ NHSൻ്റെ ഈ ചോദ്യം ആയതുകൊണ്ട് നിങ്ങൾക്ക് NHS എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇത് പറയാം. കാരണം എല്ലാ NHS എംപ്ലോയിയും കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇത് തന്നെ പറയുക. അപ്പോൾ പ്രീവിയസ് എക്സ്പീരിയൻസിൽ ഞാൻ ഇന്ന റോളാണ് ചെയ്തുകൊണ്ടിരുന്നത്, അവിടെ ഞാൻ ഇന്ന കാര്യങ്ങളാണ് ചെയ്തത്, ഞാൻ ഇന്ന ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്ന രീതിയിൽ പറയുക. എന്നോട് ചോദിച്ചു വൈ യു ആർ ദ ബെസ്റ്റ് കാൻഡിഡേറ്റ് എന്ന് ചോദിച്ചു. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ മാക്സിമം വിൽക്കുക. നിങ്ങൾക്ക് എന്തൊക്കെ സ്കിൽസ് ഉണ്ട്, നിങ്ങൾ എൻ്റെ ഓർഗനൈസേഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ഹയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇത്ര എക്സ്പീരിയൻസ് ഉണ്ട്, ഇത്ര എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് എനിക്ക് ഇത്ര സ്കിൽസ് തരാൻ പറ്റും. അത് നിങ്ങളാണ് ആ ജോബിന് വേണ്ടിയിട്ടുള്ള ഐഡിയൽ കാൻഡിഡേറ്റ് നിങ്ങളാണെന്നുള്ളത് വെക്കുക. അതായത് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുക എന്നുള്ളതല്ല. നിങ്ങളുടെ ജോബ് എക്സ്പീരിയൻസും അല്ലെങ്കിൽ നിങ്ങളൊരു ഫ്രഷറാണെങ്കിൽ നിങ്ങൾ ചെയ്ത ഇൻറ്റേൺഷിപ്പിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും ഡീറ്റെയിൽസ് വെച്ചിട്ട് നിങ്ങൾ ആ സ്കിൽസ് പറയുക. അല്ലെങ്കിൽ ഞാനിപ്പോൾ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളൂ, അപ്പോൾ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഞാനൊരു ഫ്രഷർ ആയതുകൊണ്ട് തന്നെ എൻ്റെ പുതിയ ഐഡിയാസ് എനിക്ക് പറയാൻ പറ്റും. ഓൾറെഡി എക്സ്പീരിയൻസ് ആയവരോട് വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ ഐഡിയാസും അവരുടെ എക്സ്പീരിയൻസും കൂടെ ചേർത്ത് വെച്ച് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു ഓർഗനൈസേഷൻ, നിങ്ങളുടെ ടീമിൽ നല്ലൊരു ബെനിഫിറ്റ് ആയിരിക്കും ഞാൻ എന്ന രീതിയിലുള്ള ഉത്തരങ്ങൾ. അതായത് ഇനി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആണെങ്കിൽ നിങ്ങളുടെ മാക്സിമം സ്കിൽസ് എടുത്ത് നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഇന്ന എക്സ്പീരിയൻസ് ആണ് ഉണ്ടായത്. ഞാൻ അങ്ങനെയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ഇവിടെ 1.5 years ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കറിയാം ഈ ഹോസ്പിറ്റൽ എങ്ങനെ റൺ ചെയ്യണു, ഇതിൻ്റെ ഡെയിലി വർക്ക് എങ്ങനെ പോകണു, അത് എനിക്ക് വ്യക്തമായിട്ട് അറിയാമെന്ന് ഞാൻ പറഞ്ഞു. അത് അവർ എന്നെ അപ്രിഷ്യേറ്റ് ചെയ്തായിരുന്നു അതിന്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ കാര്യങ്ങൾ. അപ്പം നിങ്ങളെ ചുരുക്കം പറഞ്ഞാൽ നിങ്ങളുടെ സ്കിൽസ് കൊണ്ട് നിങ്ങൾ അവർക്ക് വിറ്റ് കൊടുക്കുക. അതായത് ഞാനൊരു പ്രൊഡക്റ്റായിട്ട് അത് നിങ്ങളെ തന്നെ ഒരു പ്രൊഡക്റ്റായി കരുതുക. എന്തുകൊണ്ട് ഞാൻ നിങ്ങളെ വാങ്ങിക്കണമെന്ന് ഉള്ള ചോദ്യത്തിന് വേറൊരു രീതിയിലുള്ള ചോദ്യമാണത്. അപ്പം നിങ്ങളുടെ ഈ പ്രൊഡക്റ്റിൻ്റെ എല്ലാ ഗുണങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ ഗുണങ്ങളും എല്ലാ സ്കിൽ സെറ്റുകളും നിങ്ങൾ അവരെ അറിയിച്ച് നിങ്ങളുടെ മേലെ ഒരു കാൻഡിഡേറ്റ് ഇല്ല എന്ന രീതിയിൽ അവരെ ബോധ്യപ്പെടുത്തുക. അത്രയാണ്.
ഇതിപ്പോൾ ഇത് NHS എന്നുള്ള ചോദ്യങ്ങൾ തന്നെ പലപ്പോഴായി പല കമ്പനികളും ചോദിക്കാറുണ്ടായിരിക്കും. പക്ഷേ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ല. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ പ്രസൻറ്റ് ചെയ്യുന്നതെന്നനുസരിച്ചിരിക്കും. ഉദാഹരണത്തിന് നിങ്ങൾ ചിലപ്പം ഇപ്പം ഒരു ചോദ്യത്തിന് നിങ്ങൾ നല്ല വ്യക്തമായ മറുപടി പറഞ്ഞു, രണ്ടാമത്തെ ചോദ്യത്തിന് നിങ്ങൾ പ്രത്യേകിച്ച് മറുപടി ഒന്നും പറഞ്ഞില്ല എങ്കിലും നിങ്ങൾക്ക് ജോലി കിട്ടാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ എങ്ങനെയാണോ നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നത് അനുസരിച്ചിരിക്കും നിങ്ങൾക്ക് ജോലി കിട്ടുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതിലും ഭയങ്കര അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമായിരിക്കും. നമ്മൾ രണ്ടുപേരും പറയുന്നത് പോലെ ആയിരിക്കണം എന്നില്ല മൂന്നാമതൊരാൾ പറയുന്നത്, അല്ലെങ്കിൽ നമ്മളെ കഴിഞ്ഞും നന്നായിട്ട് അറിയുന്ന ആൾ നല്ല വ്യക്തമായി അവർക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഞങ്ങൾ പറഞ്ഞതനുസരിച്ച് നിങ്ങൾക്ക് ജോബിൻ്റെ ഇൻ്റർവ്യൂ കിട്ടുമെന്നൊന്നും നമ്മൾ അവകാശപ്പെടുന്നില്ല. പക്ഷേ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും, ഇന്ന കാര്യങ്ങളാണ് പറയേണ്ടതെന്നൊരു ഐഡിയ കിട്ടും. അപ്പം നിങ്ങളുടേതായ സ്വന്തമായിട്ടുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസും നിങ്ങളുടേതായ ഒരു ഐഡിയ വെച്ച് നിങ്ങൾ ഇതുപോലെ ഉത്തരങ്ങൾ മാക്സിമം ഇലാബറേറ്റ് ചെയ്യുക. പിന്നെ ചോദ്യങ്ങൾക്ക് മാക്സിമം 1 വേർഡിൽ തന്നെ നിങ്ങൾ ഉത്തരങ്ങൾ പറഞ്ഞ് നിർത്താതെ ഇലാബറേറ്റ് ചെയ്ത് പറയുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഇതിൽ ചോദിക്കാത്തൊരു ചോദ്യമായിരിക്കും വാട്ട് ആർ യുവർ സ്കിൽസ് എന്നുള്ളത്. ഇപ്പം ആ സ്കിൽസ് എന്നുള്ളത് ഇതൊക്കെ നമ്മൾ നേരത്തെ ആ പോഡ്കാസ്റ്റ് പറഞ്ഞതാണ്. ഇപ്പോൾ വാട്ട് ആർ യുവർ സ്കിൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഐ ആം എ ഡീറ്റെയിൽ ഓറിയൻറ്റഡ് പേഴ്സൺ, അല്ലെങ്കിൽ ഐ ആം എ പേഴ്സൺ ഹൂ ക്യാൻ അഡാപ്റ്റ് ടു എനി സിറ്റുവേഷൻ എന്ന് ജസ്റ്റ് ഒരു അങ്ങനെ സെൻറ്റൻസ് പറയാതെ എന്താണ് നിങ്ങൾ ചെയ്തത് ആ സിറ്റുവേഷന് വേണ്ടി അഡാപ്റ്റ് ചെയ്യാൻ. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് യു കെ വന്നതിന് ശേഷം ഇവിടെ ഇന്ന കൾച്ചർ ഡിഫറൻസും ഇന്ന വർക്ക് കൾച്ചർ ഡിഫറൻസും ഉണ്ടായി, ഈ സിറ്റുവേഷനെല്ലാം എനിക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റി. പിന്നെ എൻ്റെ പ്രീവിയസ് കമ്പനിയിൽ ഞാൻ ഇന്ന പ്രശ്നങ്ങൾ നേരിട്ടു, പക്ഷേ ഇന്ത്യയിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടൊരു വർക്ക് കൾച്ചർ ആയിരുന്നിട്ടും ഞാൻ ഇവരെ അഡാപ്റ്റ് ചെയ്ത് പോയി. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ അവർക്ക് ഇട്ട് കൊടുക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ന സ്കിൽസ് എനിക്കുണ്ട് എന്ന രീതിയിൽ പറയും. അപ്പം നിങ്ങൾക്ക് ഇതിൽ നല്ല ഐഡിയപരമായിട്ട് ഇതിലും നന്നായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും. അപ്പം നിങ്ങൾ അതുപോലെ ചെയ്യുക. അല്ലാണ്ട് നമ്മൾ രണ്ടും പറഞ്ഞു തന്നതുകൊണ്ട് ഇങ്ങനെ തന്നെ പറഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടും ഒരു ഉറപ്പും ഉണ്ടാവില്ല. പക്ഷെ ഒരു ഐഡിയ തരാൻ പറ്റും. ഇപ്പോൾ ജിതിൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ NHSൻ്റെ ഒന്നുമല്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഇപ്പോൾ ജിതിൻ എനിക്ക് തോന്നുന്നു ഒരു 20 ഇൻ്റർവ്യൂ NHSൻ്റെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു മെക്കാനിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന് ഇന്ന് ഞാനിവിടെ ഇരിക്കാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ ഈ നിരന്തരമായിട്ടുള്ള ട്രൈയിങ് ആണ്. ഇപ്പം ഞാൻ പറയുന്നുണ്ട്, ഇപ്പം NHSൽ ഞാൻ ജോബിന് കയറി, ഇപ്പം കഴിഞ്ഞ വെള്ളിയാഴ്ച ഇൻ്റർവ്യൂ കഴിഞ്ഞു, അത് കിട്ടുമെന്നും എനിക്ക് ഉറപ്പില്ല. പക്ഷെ എനിക്കൊരു കോൺഫിഡൻറ്റ് വന്നു. ഇത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തോറ്റാണ് നമുക്ക് ധൈര്യം വന്നത്. എൻ്റെ 8ാമത്തെ NHSൻ്റെ ഫൈനൽ റൗണ്ട് ഇൻ്റർവ്യൂ ആണ് വെള്ളിയാഴ്ച കഴിഞ്ഞത്. ഓക്കെ, ഇന്ന് ഞായറാഴ്ച, അതായത് ഒരു ദിവസം മുമ്പ്. അപ്പം എനിക്ക് ഇത്രയാണ് പറയാനുള്ളത്. പിന്നെ ഒരു പോയിന്റ് കൂടെ ഞാൻ ആഡ് ചെയ്യുകയാണ്. നമ്മൾ ഈ NHS റിലേറ്റഡ് ആയിട്ട്, ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ട് നമ്മൾ എന്താ ആൻസർ പറയുമ്പോഴും അതിൽ കുറച്ച് കോൺഫിഡൻഷ്യാലിറ്റിയും പിന്നെ ആ ട്രസ്റ്റിൻ്റെ വാല്യൂസ് നമ്മുടെ ആൻസേഴ്സിൽ ഉൾപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കണം. എല്ലാ ട്രസ്റ്റിനും ഡിഫറെൻറ്റ് വാല്യൂസാണ്. അത് നമ്മുടെ ആൻസറിൽ ചെറുതായിട്ട് ഉൾപ്പെടുത്തുകയാണെങ്കിൽ അത് അവർക്ക് ഇഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അതെൻ്റെ മാനേജർ എന്നോട് ഇൻ്റർവ്യൂക്ക് തൊട്ട് മുമ്പ് വന്ന് പറഞ്ഞ ഒരു ടിപ്പാണ്. പിന്നെ ഒരു കാര്യം എനിക്ക് ഇൻ്റർവ്യൂവിൽ മനസ്സിലായ ഒരു കാര്യമാണ്. എന്നോട് ഒരു ചോദ്യം ചോദിച്ചപ്പം എനിക്കത് മനസ്സിലായില്ല. ഞാൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചു, അപ്പോഴും എനിക്ക് മനസ്സിലായില്ല. രണ്ടാമത് ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ ചോദിച്ചു, അന്നേരം എനിക്ക് മനസ്സിലായില്ല. മൂന്നാമത്തെ തവണ ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ പറയുമ്പോൾ പുള്ളിക്കാരത്തി ആ ചോദിച്ച ചോദ്യത്തിൻ്റെ തന്നെ പാറ്റേൺ ഒന്ന് മാറ്റി ചോദിച്ചു. എനിക്കതിലൊരു ഇംഗ്ലീഷ് വാക്കിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ വലിയൊരു എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളതെന്നുള്ള എനിക്ക് ആ ഇംഗ്ലീഷ് വാക്ക് മനസ്സിലായില്ല. ഞാൻ മൂന്നാമത് ചോദിച്ചപ്പോൾ അവരതെനിക്ക് മാറ്റിയപ്പം എനിക്ക് ബെറ്ററായിട്ട് ഉത്തരം പറയാൻ പറ്റി. പക്ഷേ പല ആളുകൾക്കും പറ്റുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളൊരു ക്വസ്റ്റ്യന് കൈ കിട്ടുന്ന ഒരു ആൻസർ വെച്ച് അങ്ങ് കാച്ചും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല. നിങ്ങൾ മനസ്സിലായില്ലെങ്കിൽ വീണ്ടും ചോദിക്കുക. അവർ നമ്മളെ എടുക്കാൻ വേണ്ടിയാണ് നമ്മളവിടെ വിളിച്ച് വരുത്തി അവർക്കുടെ സമയം കളഞ്ഞ് നമ്മുടെ സമയം കളഞ്ഞ് അവിടെ ഇൻ്റർവ്യൂ വെക്കണം, അല്ല നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയല്ല. അപ്പം അവരായിട്ട് നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്യുക. പിന്നെ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, മറ്റുള്ള ഫ്രണ്ട്സിനൊക്കെ കൊടുക്കുക. പിന്നെ ഇതിൽ ഞങ്ങൾ എന്തെങ്കിലും ചോദിക്കാൻ മറന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ അടുത്ത് NHS ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, അതിൽ നിങ്ങളോട് എന്തെങ്കിലും വേറിട്ട ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സിന് വേണ്ടി നിങ്ങളത് കമൻറ്റിൽ തീർച്ചയായിട്ടും ഇടണം. ഒരു റിക്വസ്റ്റാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു. അതുപോലെ തന്നെ പോഡ്കാസ്റ്റിൻ്റെ കാര്യങ്ങൾ പറയാം. അതുപോലെ തന്നെ ഞങ്ങളൊരു NHSൻ്റെ ഒരു നല്ല പോഡ്കാസ്റ്റ്, എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ പോഡ്കാസ്റ്റിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയത് ഏകദേശം ഒരു 40,000 ആളുകൾ കണ്ട്. സത്യം പറഞ്ഞാൽ പോഡ്കാസ്റ്റ് കണ്ട് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എന്നാ വെച്ചാൽ ഞാൻ ചില NHS ഡ്യൂട്ടി കഴിഞ്ഞ് നടന്നു പോകുമ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഒരു ഫ്രണ്ട് വന്നിട്ട് ഇതുപോലെ പറഞ്ഞു, ബ്രോ നിങ്ങളുടെ NHS കണ്ടാണ് അപ്ലൈ ചെയ്തത്, ജോലി കിട്ടി. അപ്പം എൻ്റെ ട്രാവൽ വീഡിയോസൊന്നും കാണാൻ ഞാൻ ഒരിക്കലും ഒരാളോടും പറയില്ല. സമയം ഉണ്ടെങ്കിൽ കണ്ടാൽ മതി, കണ്ടില്ലെങ്കിലും സങ്കടമില്ല. പക്ഷേ എൻ്റെ NHS റിലേറ്റഡ് ആയിട്ടുള്ള ഇൻ്റർവ്യൂസും ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻ്റർവ്യൂസും നിങ്ങൾ കാണണമെന്ന് റിക്വസ്റ്റാണ്. കാരണം
അപ്പം എന്നെക്കാളും കഴിവുള്ള ഒരാളെയാണ് ഞാനിവിടെ പിടിച്ചിരുത്തിയാണ്. അതുപോലെ എൻ്റെ ഇൻ്റർവ്യൂസിലും ഞാൻ കൊണ്ടുവരുന്ന ഏറ്റവും എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല വ്യക്തിത്വങ്ങളെ തന്നെയാണ് ഞാൻ എൻ്റെ ഇൻ്റർവ്യൂസിൽ ഞാൻ കൊണ്ടുവരാറുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുവാണ്. സ്റ്റേ ട്യൂൺ ടു അബീസ് UK ചാനൽ. ബൈ.